കോൺഗ്രസിനെയും രാഹുലിനെയും വിമർശിച്ച് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭരണഘടനയുമായി രാജ്യം കറങ്ങുന്നവർ അടിയന്തരാവസ്ഥ കാലത്തെ കാര്യങ്ങൾ മറക്കുന്നുവെന്ന് പ്രഹ്ലാദ് ജോഷി പറയുന്നു. The Congress party, which never respect the constitution which they are speaking of today, they never respect. See, people who are holding the constitution or putting the constitution in their pocket and सारे देश में घूम रहे हैं, they probably don't remember what has happened. They remember it, but they don't want to show that it was done by their party, and they are trying to mislead the people, saying that there is an undeclared emergency. അതേസമയം ഗവർണറെ നിശബ്ദനാക്കാനാകില്ലെന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിച്ചു. ഭരണഘടനയെ ലംഘിക്കുന്നവർക്കൊപ്പമാണ് മുഖ്യമന്ത്രി നിലകൊള്ളുന്നത്. ഗവർണറെ തടയാൻ ശ്രമിച്ചവർക്ക് മുന്നിലൂടെ അദ്ദേഹം പോയെങ്കിൽ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ പോരാടാൻ ആളുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്നും വി മുരളീധരൻ പറഞ്ഞു. ഭരണഘടനാ ഹത്യാ ദിനാചരണത്തിന്റെ ഭാഗമായി BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. സ്വകാര്യ പരിപാടിയിൽ പോലും ഭാരതാംബയുടെ ചിത്രം വെക്കാൻ പാടില്ല എന്ന് ഗവർണർക്ക് നിർദ്ദേശം നൽകുന്ന മുഖ്യമന്ത്രി എന്ത് അധികാരത്തിന്റെ ബലത്തിലാണ് മുഖ്യമന്ത്രി ഈ നിർദ്ദേശം നൽകുന്നത്? മുഖ്യമന്ത്രി അധികാര ലംഘനം നടത്തുകയാണ്. എന്നിട്ട് ആ മുഖ്യമന്ത്രി തന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ ന്യായീകരിക്കുകയാണ്. ആ മന്ത്രിക്ക് ജനാധിപത്യത്തോടും ഭരണഘടനയോടുമുള്ള പ്രതിബദ്ധത എന്താണെന്നുള്ളത് കേരള നിയമസഭയിൽ അദ്ദേഹം കാണിച്ച കോപ്രായം കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. കേരള നിയമസഭയെയും ഭരണഘടനയെയും അവഹേളിച്ച ഒരു ആ മന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രസ്താവന ഇറക്കുകയല്ല, പ്രസംഗിക്കുകയല്ല, ഗവർണർക്ക് കത്തെഴുതി ഗവർണറെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ നിശബ്ദനാക്കിയ ഇന്ദിരാഗാന്ധിക്ക് സമമല്ലേ അത്? കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, ഗവർണർക്കെതിരായ അതിക്രമത്തെ അനുകൂലിക്കുന്നവർക്കുള്ള ശക്തമായ മറുപടി തന്നെയല്ലേ ഇരുവരും മുന്നോട്ട് വയ്ക്കുന്നത്? തീർച്ചയായും വിഷ്ണു, അങ്ങനെ തന്നെയാണ്. അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഭരണഹത്യാ ദിനം അത് സംസ്ഥാന വ്യാപകമായി BJP ആചരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് തലസ്ഥാനത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തത്. ഇതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ എന്ന വിഷയത്തിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ഒരു സെമിനാർ നടന്നത്. ആ സെമിനാറിലാണ് അതിരൂക്ഷമായ ഭാഷയിൽ ഇന്ദിരയെയും ഒപ്പം തന്നെ രാഹുലിനെയും കേന്ദ്രമന്ത്രി വിമർശിക്കുകയും ചെയ്തിട്ടുള്ളത്. കേന്ദ്രമന്ത്രി പറയുന്നത് ഇത്തരത്തിലാണ്: കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും വിമർശിക്കുന്നതോടൊപ്പം തന്നെ ഭരണഘടനയുമായി രാജ്യം കറങ്ങുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെ കാര്യങ്ങൾ രാഹുൽ മറക്കുകയാണ് എന്നുള്ളൊരു വിമർശനമാണ് പ്രഹ്ലാദ് ജോഷി ഉന്നയിച്ചത്. ഒപ്പം തന്നെ കോൺഗ്രസ് ഒരു കാലത്തും ഭരണഘടനയെ ബഹുമാനിച്ചിട്ടില്ല, അത്തരക്കാരാണ് കേന്ദ്രത്തിലും ഒപ്പം തന്നെ പല ഘട്ടങ്ങളിലും ഭരണഘടന കയ്യിലൂന്നി നടക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വിമർശനമായി ഉന്നയിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി: അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും കോൺഗ്രസിനുള്ളിൽ ജനാധിപത്യം ഇല്ല എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ഭരണഘടനയുടെ പേര് പറഞ്ഞ് ഗാന്ധി കുടുംബം കോൺഗ്രസിനെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. നിലവിൽ രാഹുലും പ്രിയങ്കയുമാണ് അതിന് നേതൃത്വം നൽകുന്നതെന്നും ഇന്ദിരാഗാന്ധിയെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അധികാരത്തിന് വേണ്ടി കോൺഗ്രസ് ആരുമായും കോംപ്രമൈസ് ചെയ്യും, അതാണ് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലടക്കം നാം കണ്ടതെന്ന് കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ നിലവിലെ സാഹചര്യം ഒരു അടിയന്തരാവസ്ഥ കാലത്തിന് സമാനമായ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. തൊട്ടു പിന്നാലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിച്ച മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് സ്വീകരിച്ച നടപടികൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ തന്നെ കേരളത്തിൽ രാജ്ഭവനിൽ ഇരിക്കുന്ന പ്രത്യേകിച്ച് ഭരണ തലവൻ കൂടിയായിട്ടുള്ള ഗവർണറെ അടക്കമുള്ള നേതാക്കന്മാരെയും ഗവർണർ അടക്കമുള്ളവരെയും CPMന്റെ നേതാക്കന്മാർ നേരിടുന്ന കാര്യത്തെയും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നടന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ പോലീസിന്റെ ഭാഗത്തു നിന്നും CPMന്റെയും SFIയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായ
പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വി മുരളീധരൻ അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. ഗവർണറെ തടയുമെന്ന് പല ഘട്ടങ്ങളിലും പറയുന്നു. പക്ഷേ അതേ ഗവർണർ തന്നെയാണ് ഈ പ്രതിഷേധക്കാരുടെ മുന്നിലൂടെ എത്തിയ പരിപാടി നടത്തി പോയത്. അതുമാത്രമല്ല, ജനാധിപത്യത്തെ കൊല്ലാൻ ശ്രമിക്കുന്നവർ പല ഘട്ടങ്ങളിലും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ 25-ാം തീയതി നടന്നത് എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്തായാലും തുടർച്ചയായി സംസ്ഥാന വ്യാപകമായി BJP ഈ ഭരണഘടനാ ദിനത്തിന്റെ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് നടത്തിയ ജനാധിപത്യപരമായിട്ടുള്ള നടപടികൾ അട്ടിമറിച്ചുള്ള കാര്യത്തെ പറ്റിയും ഒപ്പം തന്നെ കോൺഗ്രസ് നടത്തിയിട്ടുള്ള വലിയ രീതിയിലുള്ള ഹത്യകളെ കുറിച്ചുമൊക്കെ ഈ ഒരു ദിനം BJPയുടെ സംസ്ഥാന കേന്ദ്ര നേതാക്കന്മാർ കേരളത്തിലെത്തി പ്രവർത്തിക്കുകയും പറയുകയും ഒക്കെ തന്നെ ചെയ്യുന്നു. എന്തായാലും സംസ്ഥാനത്ത് നടക്കുന്ന അതിക്രമങ്ങൾ ഒപ്പം തന്നെ ഗവർണർക്കെതിരെ നടക്കുന്നുള്ള പ്രതിഷേധങ്ങൾ അടക്കം ജനാധിപത്യം ഇല്ലായ്മ ചെയ്യുന്ന കോൺഗ്രസിന്റെ നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് കേന്ദ്രമന്ത്രിയും ഒപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിയും തലസ്ഥാനത്ത് ഇന്ന് ഈ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.